പാടത്തൊക്കെ കാളപ്പൂട്ട് മത്സരമൊക്കെ നടക്കാറുണ്ടല്ലേ. പക്ഷേ ഒരു നാട്ടിൻപുറത്ത് നിറഞ്ഞു നിന്നിരുന്ന കാളപ്പൂട്ട് മത്സരം അത് വണ്ടിപ്പൂട്ട് മത്സരത്തിനായി വഴിമാറിയ കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ചെളിയിലൂടെ വേഗത്തിലോടി പാഞ്ഞു പോവുകയാണ് വാഹനങ്ങൾ. വേഗത്തിലോടി ജയിക്കുന്നവർക്ക് 1 ലക്ഷം രൂപയായിരുന്നു സമ്മാനം. ഇതാണ് സംഭവം. അരുൺ അമൃതനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. അരുണേ, കാളപ്പൂട്ടിലേക്ക് മാറ്റിവെച്ച് ഇനി ഇതൊക്കെ അങ്ങോട്ട് പാടത്ത് ഇറക്കി വെച്ചാലും മതി എന്നൊന്നും ആൾക്കാർ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതും ഒരു സന്തോഷം നൽകുന്ന ഒരു വൈബൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം മത്സരമായിരുന്നു അല്ലേ. ശരിക്കും കൗതുകമുള്ളൊരു കാഴ്ചയാണ്. കാളപ്പൂട്ടൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ കാർഷിക സംസ്കാരമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് പാടത്തേക്ക് ഇങ്ങനെ വാഹനങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു നാട്ടുകാരൊക്കെ അതിനോട് പ്രതികരിച്ചത്? പ്രത്യേകിച്ച് അവിടെ കൂടിയുന്ന എല്ലാവരും തന്നെ ചെറുപ്പക്കാരും ബാക്കി കുട്ടികളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർക്കും ഒരു സന്തോഷമായി കാണുമല്ലോ, ഒരു ആവേശവും ഒക്കെ. പൂജ, ഈ തലമുറ മാറ്റം കാണുമ്പോൾ അതിൻ്റെ കൂടെ എന്തെല്ലാം മാറ്റങ്ങൾ കാണണം അല്ലേ. ഇത് തന്നെയാണ് നാട്ടിലെ ആൾക്കാർ മുഴുവൻ ഇത് കാണുമ്പോൾ, ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളോട് കൂടെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതായത് നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നൊരു ചൊല്ലുണ്ട്. ഇതങ്ങനെ ഓടി കാണിച്ചിരിക്കുകയാണ് വാഹനങ്ങളെല്ലാം കൂടി തന്നെ. ഈ കാളപ്പൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു മത്സര ഇനം, അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു നാടിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ഒരു ആഘോഷം കൂടിയായിരുന്നു ഈ കാളപ്പൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കാളപ്പൂട്ട് നടന്ന അതേ ഗ്രൗണ്ടിലാണ് ഒരു വണ്ടിപ്പൂട്ട് മത്സരം നടക്കുന്നത്. വണ്ടിപ്പൂട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൗതുകം ഉണ്ടാവും, എങ്ങനെയാണ് വണ്ടിപ്പൂട്ട് എന്നൊക്കെ. അതേ ചളിയൊക്കെ തെറിപ്പിച്ചുകൊണ്ട് കാളയുടെ കരുത്തിന് പകരം വണ്ടികളുടെ മിന്നലോട്ടമാണ്, എഞ്ചിനുകളുടെ മുരൾച്ചയാണ് ആ ഗ്രൗണ്ടിൽ കണ്ടത്. നമ്മൾ ഈ കൊണ്ടോട്ടി മൊറയൂർ വാലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരം ഒരു വ്യത്യസ്തമായ മത്സരം നടന്നത്. പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. പ്രത്യേകിച്ച് യുവതലമുറ മാത്രമല്ല, എല്ലാ പ്രായക്കാരും ഇത് കാണാൻ വലിയ കൗതുകത്തോടെ, എല്ലാ പ്രായക്കാരും ഇതിൻ്റെ സംഘാടനത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ചളിയിൽ പ്രതിസന്ധികളൊക്കെ മറികടന്ന് ചളിയൊക്കെ തെറിപ്പിച്ച് മുന്നിലെത്തുന്ന, കുടുങ്ങാതെ മുന്നിലെത്തുന്ന വാഹനമായിരുന്നു ജേതാക്കൾ. എന്തായാലും അവർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, വയനാട് ദുരന്തത്തിലൊക്കെ ഹീറോകളായി മാറിയ ഓഫ് റോഡിങ് ജീപ്പർമാരെ, ജീപ്പ് ഡ്രൈവർമാരെ. ശരിയാണ് അരുൺ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പുതിയ തലമുറയ്ക്കൊക്കെ ഇതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവരെ പുച്ഛിച്ച് തള്ളയൊന്നും വേണ്ട. ആ ജനക്കൂട്ടം തന്നെ കാണുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, അതൊരു സന്തോഷം നൽകുന്ന, ഒരു ആവേശം നൽകുന്നതാണ്. ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഒരു കാഴ്ചകളൊക്കെ നമ്മുടെ മുന്നിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ അതിനെ ആവേശത്തോടു കൂടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്. ശരിയായിരുന്നു.